ഇന്നൊരു മൂടില്ല ഒന്നും പറയാനായിട്ട്. എന്നും ഏറി കയറുന്ന നേതാക്കളെ കുറിച്ചാണല്ലോ പറയാറുള്ളത്. ഇന്ന് പറയാൻ പോണത് ഒരു നേതാവ് കാരണം ഏറി കയറുന്ന ഒരു ജനതയെ കുറിച്ചാണ്. മനസ്സിലായില്ല? ഞങ്ങളുടെ പൊന്നു തമ്പുരാൻ സുരേഷ് ഗോപിജിയെ കുറിച്ച്. രാജാവിനെന്ത് വഴിയൊരുക്കടാ. കലുങ്ക് സൗഹാർദ്ദ അല്ല, കലുങ്ക് സൗഹൃദം. പുച്ഛവും പരിഹാസവും ഇങ്ങോട്ട് വേണ്ടട്ടാ. ഞങ്ങളുടെ രാജാവ് ജനങ്ങളെ കാണാൻ ജനങ്ങളിലേക്ക് ഇറങ്ങി വന്നിരിക്കാണ്. പക്ഷേ എത്ര ശ്രമിച്ചിട്ടും ആ മാടമ്പിത്തരും രാജാവിസൊന്നും അങ്ങോട്ട് വിട്ടുപോണില്ല. അതുകൊണ്ട് പണ്ടത്തെ രാജാവ് പ്രജാ സെറ്റപ്പിലൊരു നാട്ടുകൂട്ടം പരിപാടിയാണ് ഞങ്ങളുടെ രാജാവിന്റെ പ്ലാൻ. കലുങ്ക് സംവാദം ജനങ്ങളുടെ മെക്കെട്ട് കയറ്റായിട്ട് മാറി എന്നുള്ളതാണ് ഇപ്പോ വ്യക്തമായിട്ടുള്ള കാര്യം. നിങ്ങൾ ആരാണ്? നിങ്ങൾ ആരോടാ ചോദിക്കുന്നത്? വളരെ സൂക്ഷിച്ച് സംസാരിക്കണം. ഇവിടുത്തെ രാഷ്ട്രീയക്കാരും സാധാരണക്കാരനൊന്നും വേർതിരിവ് ഞങ്ങളുടെ തമ്പുരാനില്ല കേട്ടോ. ഞങ്ങളുടെ തമ്പുരാന്റെ കണ്ണിൽ എല്ലാവരും പ്രജകളാണ്. അതുകൊണ്ട് അത് മനസ്സിൽ വെച്ചിട്ട് വേണം അപേക്ഷകൾ നൽകാൻ. മനസ്സിലാവുണ്ടല്ലോ അല്ലേ? Please keep away from me. No body touching. അല്ല, എനിക്ക് വളരെ വിഷമായി. പക്ഷേ നമ്മൾ ഒരു ആവശ്യത്തിന് അത് മേടിച്ച് ഒന്നും ചെയ്യില്ല എന്ന് പറഞ്ഞാൽ അത് മേടിക്കുകയും കൂടി ചെയ്തില്ല. ഈ വിഷയം ഞങ്ങളുടെ പൊന്നു തമ്പുരാന് ഒരു കൈപ്പിഴ പറ്റിയതാണ്. അതുകൊണ്ട് എന്താ, നിങ്ങൾക്ക് വീട് കിട്ടിയില്ലേ? എല്ലാത്തിനും ഞാൻ തന്നെ വേണം, ഞാൻ ഭയങ്കര സൂപ്പർ അല്ലേ എന്ന് പറഞ്ഞിട്ട് പിറ്റേ ദിവസം സുരേഷ് ഗോപിജി ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഉണ്ടായിരുന്നില്ലേ? എല്ലാരും കണ്ടതല്ലേ? അവിടെ ഇവിടെയും തന്നെയും തെറിച്ച് കിടക്കുന്ന ചില കൈപ്പിഴകളൊക്കെ എടുത്ത് ചൂണ്ടും കാണിച്ച് ഈ തീപ്പന്തം തീഗോളം കെടുത്താമെന്ന് ഒരുത്തനും വിചാരിക്കണ്ട, നടക്കില്ല. പൊന്നു തമ്പുരാൻ ചുമത്തി. പിന്നെ ഈ കലുങ്ക് സംവാദം എന്നൊക്കെ പറയുമ്പോ നാട്ടുകാർക്ക് പറയാനുള്ളതും കൂടെ കേൾക്കണം കേട്ടോ. ഈ പുഷ് മാത്രം പോരല്ലോ, അവർക്ക് എന്തൊക്കെയോ പറയണ്ട. ഇത്ര ഈ കരുവന്നൂർ ബാങ്കിലിട്ട കാശ് എപ്പോ കിട്ടുന്നാണ് നാട്ടുകാർ ചോദിക്കണത്. ED പിടിച്ചെടുത്ത് കാശ് വെച്ചിട്ടുണ്ട്, അത് സ്വീകരിക്കാൻ പറ നിങ്ങളുടെ മുഖ്യമന്ത്രിയെടുത്ത്. നിങ്ങളുടെ മുഖ്യമന്ത്രിയെടുത്ത് ചേച്ചി അധികം വർത്താനം പറയല്ലേ, ചേച്ചി അധികം വർത്താനം പറയല്ലേ. നിങ്ങളുടെ മുഖ്യമന്ത്രിയെടുത്ത് പറയുക, ED ആ കാശ് ബാങ്കിൽ അടച്ച് നിങ്ങൾക്ക് തരാനുണ്ടെങ്കിൽ അത് സ്വീകരിക്കാൻ പറയാതെ. ED പിടിച്ചെടുത്ത പണം എപ്പോ ഇങ്ങനെ കിട്ടുന്ന നാട്ടുകാർ വെച്ചപ്പോ പറയാ, ദേ അധികം വർത്താനം ഇങ്ങോട്ട് വേണ്ടാട്ടാന്ന്. പിന്നെ എന്തിനാണോ മൂപ്പര കലുങ്കി കയറിയിരിക്കണത്? അദ്ദേഹത്തിന്റെ അടുത്ത് പരാതിയുമായിട്ട് പോകുന്നവരെ വേണം പറയാൻ. അദ്ദേഹത്തിന്റെ നിലപാട് എന്താണെന്ന് എല്ലാവർക്കും അറിയാം. അത് ഇപ്പോഴും രാഷ്ട്രീയക്കാരനല്ല. ഇതാ ഞാൻ തുടക്കത്തിൽ പറഞ്ഞത്, ഇന്നൊന്നും പറയാൻ മൂടില്ലാന്ന്. എന്തു പറഞ്ഞാലും എപ്പോഴും തൃശ്ശൂക്കാരെ ഏറി കയറ്റല്ലേ ട്രോളിയിട്ട് സഹിക്കുക, അല്ലാണ്ട് ഇപ്പൊ എന്താ ചെയ്യാ? മുനിസിപ്പാലിറ്റി BJPക്ക് ഭരിക്കാൻ നിങ്ങൾ വിട്ടുതരും, ഞങ്ങളെ എടുത്തിരിക്കും. ഇനി അതും കൂടെ തരാ. ഒന്ന് തന്നെയാണ് ഈ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതെ, വീട്ടുപണിക്ക് പോയി ചട്ടിയും കലവും കിഴക്കുണ്ടാക്കിയ കാശാണ് ആ ചോദിക്കണത്. അതിന് എന്തെങ്കിലും ഒരു അനുഭവപൂർവ്വമായിട്ടുള്ള മറുപടി പറയും തമ്പുരാനെ. പത്രക്കാരെടുത്ത് പറഞ്ഞാൽ മതി, തിരിഞ്ഞു പറഞ്ഞു. അതെ, പത്രക്കാരിയല്ലാട്ടോ നമ്മള് വോട്ട് ചെയ്ത് ജയിപ്പിച്ചു വിട്ടത്. നിങ്ങളുടെ മന്ത്രി ഇവിടെ അല്ലേ താമസിക്കുന്നത്? നിങ്ങളുടെ മന്ത്രി ഇവിടെ അല്ലേ താമസിക്കുന്നത്? നമ്മുടെ മന്ത്രി തമ്പുരാനല്ലേ? അല്ലല്ല, ഞാൻ ഈ രാജ്യത്തിന്റെ മന്ത്രിയാണ്. അപ്പൊ തൃശ്ശൂരും കേരളമൊന്നും ഈ രാജ്യത്തല്ലേ? അയ്യോ, കസേര അധികാരം കിട്ടിയപ്പോ ഞങ്ങളുടെ MP യുടെ കിളി പോയേ. ഉള്ളിലെ തമ്പ്രാനിസം സടകൊടഞ്ഞെഴുന്നേറ്റ്. വരചന്ദ്രൻ മോഡലിൽ നിന്ന് അദ്ദേഹം മാറിയിട്ടില്ല. അതിന് അദ്ദേഹത്തിന് മാറാനും കഴിയില്ല. പിന്നെ അതിനെക്കുറിച്ച് പരാതി പറഞ്ഞിട്ട് എന്താ കാര്യം? അദ്ദേഹത്തിൻ്റെ എല്ലാ ക്യാരക്ടറും അറിഞ്ഞുകൊണ്ടാണല്ലോ അദ്ദേഹത്തിന് MP ആക്കിയത്. അപ്പോൾ MP ആക്കിയവർ അനുഭവിക്കുക, അല്ലാണ്ട് വേറെ മാർഗമൊന്നുമില്ല. പരിഹാസം ഏറ്റുവാങ്ങാൻ തൃശ്ശൂരുകാരുടെ ജന്മം പിന്നെയും ബാക്കി. അതെ, തൃശ്ശൂരുകാർ മാത്രം വോട്ട് ചെയ്തോണ്ടെന്നല്ല കേട്ടോ സുരേഷ് ഗോപിജി ജയിച്ചത്. ഫ്ളാറ്റുകൾ കേന്ദ്രീകരിച്ച് കള്ള വോട്ട് ചേർത്തത് നമ്മൾ കണ്ടതല്ലേ. പിന്നെ ജിമാരുടെ തന്നെ ഇരട്ട വോട്ടിന്റെ കാര്യം കണ്ടതല്ലേ. എന്നിട്ട് എപ്പോഴും പരിഹാസം തൃശ്ശൂരുകാർക്ക് മാത്രം. അതിനൊക്കെയുള്ള ചങ്കുറപ്പ് ഭരചന്ദ്രനുണ്ടെങ്കിൽ അത് സുരേഷ് ഗോപിക്കുണ്ട്. തോൽക്കാൻ തയ്യാറായിക്കോളൂ. കലുങ്ക് സംഗമങ്ങൾ കേരളമാകെ പടരും. നിവേദനം നൽകാനെത്തിയവരെ പരിഹസിച്ചും അപമാനിച്ചും സുരേഷ് ഗോപിജിയുടെ കലുങ്ക് സൗഹൃദം തുടരാണ്. ദേഹത്തുള്ള തമ്പുരാന്റെയും കമ്മീഷണറിന്റെയും ബാധ പോവാണ്ട് തൃശ്ശൂരുകാർക്ക് സമാധാനം കിട്ടുന്ന തോന്നണില്ലെന്നാണ് ഇവിടെ പൊതുവെ ഉള്ളൊരു ടോക്ക്. സുരേഷ് ഗോപിജി മടങ്ങി വരൂ, മന്ത്രിയായിട്ട് തിരികെ വരൂ. വി നീഡ് സമാധാനം ജി, വി നീഡ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.